ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വാ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കർ മൂടി വെയിറ്റ് ഇട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇത് അരച്ചൊഴിച്ച് വെക്കുന്നൊരു സാമ്പാറാട്ടോ. അപ്പോൾ അതിനായിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പാന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കാം. അതിലേക്ക് കടലപ്പരിപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 6 മുളക് ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക്, കുറച്ച് കുരുമുളക്, ഇനി ഇതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം, പച്ച ഉലുവ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുക്കാം. ഒന്ന് മിക്സാക്കി കരിഞ്ഞു പോകാതെ വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 2 കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4-5 ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 2 സ്പൂണ് തേങ്ങയും കൂടെ, ഒത്തിരി തേങ്ങ എടുക്കരുത്, ഒരല്പം എടുത്ത് അതും കൂടെ ചേർത്ത് വറുക്കാം. ഇതുപോലെ ഒന്ന് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങ ഒത്തിരി മൂത്തൊന്നും പോകണ്ട. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ. കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറി ലീഫും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് പച്ചക്കറിയൊന്നും നമ്മൾ ചേർക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഈ അരപ്പ് അത്രയും ഞാൻ ഇന്നത്തെ സാമ്പാറിന് എടുക്കത്തില്ല കേട്ടോ, കുറച്ച് ഒരല്പം മാറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 8-10 ചുമന്നുള്ളി നമുക്ക് മുഴുവനേ തന്നെ ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് സവാള ഇതുപോലെ ഞാൻ ഇതളതളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു സവാള എടുക്കാം, വലുതാണെങ്കിൽ ഒരു പകുതി ഭാഗമൊക്കെ മതിയാവും. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം മത്തങ്ങ കേട്ടോ, ഒത്തിരി എടുക്കണ്ട. ഇപ്പോൾ എല്ലാം കൂടെ ഒരു 6-8 പീസ് കാണത്തേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റാം. ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ ഞാൻ ഇച്ചിരി ആയണ്ട ഈ ഇതിലിങ്ങനെ ഈ കൊച്ചു ചട്ടി വെക്കുന്ന, ഒരുപാട് വെക്കുമ്പോൾ എല്ലാം വലിയ ചട്ടി വേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കഴിയുമ്പോൾ അങ്ങ് താന്നും വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്, അത് ഓർത്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം. ഇപ്പോൾ സാമ്പാർ നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി രീതിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം. ഈ സമയത്ത് നമുക്കൊരല്പം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന പുളിവെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും വെജിറ്റബിൾസും എല്ലാം ഇതുപോലെ ഒന്നിച്ച് കിടന്ന പുളിയിലും ആ കായപ്പൊടിയുടെ മണത്തിലും എല്ലാം നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക്
ഒന്നുകൂടെ അടച്ച് വെച്ച് ഇപ്പോൾ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് അരപ്പൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പം തന്നെ ഒരു നല്ല മണമായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു മണമുണ്ട് എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനുള്ള വെള്ളം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. നമ്മൾ ഇഡലിയുടെ കൂടെ ആയാലും അല്ലെങ്കിൽ ദോശയുടെ കൂടെ ആയാലും അല്ലെങ്കിൽ ചോറിനായാലും നല്ല സൂപ്പർ ടേസ്റ്റായിട്ടോ. ഒരല്പം മതിയാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഈ കറി വാങ്ങാം. നല്ല കിടിലൻ ടേസ്റ്റായിട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ധൈര്യമായിട്ട് ഉണ്ടാക്കിയോ, ഞാനിതിന് ഗ്യാരണ്ടി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, മറന്നു പോകാതെ ഉണ്ടാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.